ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിൽ ഇന്നലത്തെ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് സ്പേഴ്സ് മത്സരത്തെക്കുറിച്ചാണ്. അതായത് പെപ് ഗോർഡിയോയുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള എറ്റിഹാദിലേക്ക് യാത്ര തിരിച്ചുകൊണ്ട് 5 പോസ്റ്റ്കോഗ്ലിൻ്റെ ടീം 4-0 എന്നുള്ള സ്കോർ ലൈനാണ് പെപ്പിൻ്റെ ടീമിനെ തകർത്ത് തരിപ്പണമാക്കിയുള്ളത്. മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ്, ഹ്യൂമിലിയേറ്റിംഗ്, എംബാരസിംഗ് റിസൾട്ടാണ് പെപ് ഗോർഡിയോയുടെ മാഞ്ചസ്റ്റർ സിറ്റി നേരിട്ടുള്ളത്. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻക്രെഡിബിൾ റിസൾട്ട് തന്നെയാണ്. ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവർ ഇപ്സ്വിച്ചിനെതിരെ ഹോമിൽ പരാജയപ്പെട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു റിയാക്ഷൻ അത്യാവശ്യമായിരുന്നു. കിടിലൻ റിയാക്ഷൻ തന്നെയാണ് ആഞ്ചലോ ടീമിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചത്. ചാമ്പ്യന്മാരുടെ ഹോമിലേക്ക് യാത്ര തിരിച്ചുകൊണ്ട് 4-0 വിക്ടറി. മാത്രമല്ല പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ, മാനേജീരിയൽ കരിയറിൽ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ ഇതിന് മുമ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചരിത്രത്തിലാദ്യമായിട്ടാണ് അദ്ദേഹം മാനേജറായതിനു ശേഷം തുടർച്ചയായി 5 മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ പരാജയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഇനി എങ്ങനെ അവർ കരകയറും? അടുത്ത മത്സരം ഫെനൂദിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ എറ്റിഹാദിലാണ്. പക്ഷെ അതിനുശേഷം ആൻഫീൽഡിലേക്കൊരു യാത്ര പോകാനുണ്ട് പ്രീമിയർ ലീഗിൽ. അതെന്താകും എന്നുള്ളത് കണ്ടറിയാം. കാരണം ഓൾറെഡി തുടർച്ചയായി പ്രീമിയർ ലീഗിൽ 3 മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പെപ് ഗോർഡിയോയുടെ മാഞ്ചസ്റ്റർ സിറ്റി. സ്പേഴ്സ് അവരുടെ ഒരു ബോഗി ടീം തന്നെയാണ്. ഈ പെപ്പിൻ്റെ ബോഗി ടീമാണെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയം വേണ്ട. ചില റെക്കോർഡുകൾ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബാഡ് റൺ ഉണ്ടല്ലോ മാൻ സിറ്റിയുടേത്, അത് തുടങ്ങുന്നത് തന്നെ കറബാവ് കപ്പിൽ സ്പേഴ്സിനെതിരെ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് 2-1 എന്നുള്ള സ്കോർ ലൈന് ആദ്യത്തെ വിജയം. പിന്നെ 5ാമത്തെ വിജയം എറ്റിഹാദിലിപ്പോൾ സ്പേഴ്സ് തന്നെ നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല പെപ് ഗോർഡിയോ 2016 പ്രീമിയർ ലീഗിലേക്ക് കടന്നു വന്നതിന് ശേഷം, മാൻ സിറ്റിയുടെ മാനേജറായതിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗ് വിക്ടറീസ് പെപ്പിൻ്റെ ടീമിനെതിരെ നേടിയെടുത്തിട്ടുള്ള ടീം അത് സ്പേഴ്സാണ്, 7 തവണ. പിന്നെ ചെൽസിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും 5 തവണ വീതം പെപ്പിൻ്റെ ടീമുകൾക്കെതിരെ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് വിൻ ചെയ്തിട്ടുള്ള ടീം അതും സ്പേഴ്സ് തന്നെയാണ്, 24 പോയിൻറ്റ്സ്. 2ാം സ്ഥാനത്ത് ലിവർപൂളാണ്, 19 പോയിൻറ്റ്സ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 52 മത്സരങ്ങൾ പെപ് ഗോർഡിയോയുടെ ടീം ഹോമിൽ എറ്റിഹാദിൽ അൺബീറ്റൺ ആയിരുന്നു. ആ റെക്കോർഡും നൈസായിട്ട് അങ്ങോട്ട് തകർത്തിട്ടുണ്ട് ആഞ്ചയുടെ സ്പേഴ്സ്. മാത്രമല്ല പെപ്പ് എന്ന് പറയുന്ന മാനേജർ തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ തവണ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള സൈഡ് സ്പേഴ്സിനെതിരെയാണെന്നുള്ളതാണ്, 9 തവണ. അതായത് പെപ്പിൻ്റെ ക്രിപ്റ്റനൈറ്റ് അത് സ്പേഴ്സാണ്. ഈ പരാജയങ്ങളിലൊക്കെ പെപ്പിൻ്റെ ടീം ഗോളുകൾ ഇങ്ങനെ വാരിക്കോരി കൺസീഡ് ചെയ്യുന്നതാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ രീതിയിലുള്ള പരാജയങ്ങളല്ല. ഇപ്പോൾ അമോരിമിൻ്റെ സ്പോർട്ടിങ്ങിനെതിരെ 4-0 പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇപ്പോൾ സ്പേഴ്സിനെതിരെ 4-0 പരാജയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗോളുകൾ ഇങ്ങനെ ഒഴുകുകയാണ് സിറ്റിക്കെതിരെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നോക്കിയാലും കിഡിലും വിക്ടറി തന്നെയാണ്. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ ഇൻകൺസിസ്റ്റൻസിയാണ് അവരുടെ ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ളത്. അവർ ഇത്തരത്തിലുള്ള റിസൾട്ട് നെയ്തെടുക്കും. ഇപ്പോൾ ഈ സീസണിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിഗ് 6, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ബിഗ് 6 എന്ന് പറയുന്ന ടീമുകൾക്കെതിരെയുള്ള അവരുടെ പ്രകടനം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എവേ മത്സരത്തിൽ സിറ്റിയെയും യുണൈറ്റഡിനെയും വളരെ കംഫർട്ടബിളായിട്ട് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞ സീസണിൽ ആഞ്ചലോ ടീമിന് അത്തരത്തിലൊരു വിജയം പോലും എവേയിൽ ബിഗ് 6 ടീമുകൾക്കെതിരെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രീമിയർ ലീഗിൽ. പക്ഷേ ഈ സീസൺ ഓൾറെഡി 2 ബിഗ് വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചു. പക്ഷേ എന്താണ്? ഇൻകൺസിസ്റ്റൻസി. അത് തന്നെയാണ് പ്രധാന പ്രശ്നം. ആ ഇപ്സ്വിച്ചിനെതിരെയുള്ള പരാജയം അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇനി സിറ്റിയുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതിലേക്ക് വീണ്ടും നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നുള്ളത്. ഒപ്പം ഈ മത്സരത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിലേക്ക് നമുക്ക് കണ്ണോടിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും റോഡ്രി ഒരു ബിഗ് മിസ്സാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് ജസ്റ്റ് ഒരു റോഡ്രി പ്രോബ്ലമായിട്ട് മാത്രം നമ്മൾ കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ അത്ര ശരിയായിട്ടുള്ളൊരു അനാലിസിസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ശരിയാണ്, റോഡ്രി ഒരു ബിഗ് മിസ്സാണ്. പക്ഷേ മൊത്തത്തിലുള്ള മാൻ സിറ്റിയുടെ ഡിഫെൻഡിങ്, അവരുടെ മിഡ്ഫീൽഡിലുള്ള പ്രശ്നം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ 1v1 ഡ്യൂലുകൾ വിൻ ചെയ്യാത്ത സിറ്റുവേഷൻസും ഒക്കെ ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഓഫ് ദ ബോൾ സ്ട്രക്ചർ, അത് നമ്മൾ പെപ് ഗോർഡിയോയിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടതായിട്ടുള്ളത്. അത് പെപ്പിൻ്റെ നേരെ തന്നെയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ റോഡ്രിയുടെ ഒരു ഇഞ്ചുറി പ്രശ്നമുണ്ട്, ഒരു ക്രൈസിസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്താണ് ബദൽ എന്നുള്ളത് കണ്ടെത്തേണ്ടത് പെപ്പ് തന്നെയല്ലേ. ഒരു ടാക്ടിക്കൽ സൊല്യൂഷനുമായിട്ട് വരേണ്ടത് ചങ്ങായി തന്നെയല്ലേ. അല്ലാതെ റോഡ്രി ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഓപ്പണാണ് എന്ന് പറയുന്നതിൽ അത്ര യുക്തിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. റോഡ്രിയും ബിഗ് ആബ്സെൻസ് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ടാക്ടിക്കൽ സൊല്യൂഷൻ കണ്ടെത്തണം.
അതല്ലേ ബാക്കിയുള്ള മാനേജർമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പെപ്പ് ജീനിയസ് ആണ്, ലെജൻഡറി ഫുട്ബോൾ മാനേജറാണ്, അദ്ദേഹം ഒരു സൊല്യൂഷൻ കണ്ടെത്തും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അത്ര ഈസി ആയിട്ടാണ് ടീമുകൾ ട്രാൻസിഷനിൽ സിറ്റിക്കെതിരെ ചാൻസുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ മത്സരത്തിലും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് കാണാൻ സാധിച്ചുള്ളത്. 6 ഫാസ്റ്റ് ബ്രേക്കുകളിൽ നിന്നാണ് ചാൻസുകൾ പിന്നെ സ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പറാണ് ഈ കൗണ്ടർ അറ്റാക്കിൻ്റെ. പിന്നെ ചെൽസി പാലസ് മത്സരത്തിൽ ചെൽസി 5ഓളം ഇത്തരത്തിലെ ഫാസ്റ്റ് ബ്രേക്കുകൾ നടത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള സംഭവമുണ്ട്. അതേപോലെ തന്നെ മാൻ സിറ്റിയുടെ ഷോട്ട്സ് കൺസീഡഡ് പെർ ഗെയിം റേഷ്യോ ഈ സീസണിൽ കൗണ്ടർ അറ്റാക്കിങ്ങിലുള്ളത് 1.2 ആണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 1 എന്നുള്ളൊരു നമ്പറിലേക്ക് പോലും കഴിഞ്ഞ സീസണുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. 0.5 ആയിരുന്നു കഴിഞ്ഞ സീസണിൽ, 0.7 ആയിരുന്നു അതിന് തൊട്ട് മുമ്പത്തത്, 0.4 ആയിരുന്നു അതിന് മുമ്പത്തുള്ളതിൽ. ആ രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് 1.2 ഷോട്ട്സ് പെർ ഗെയിം കൗണ്ടർ അറ്റാക്കിൽ നിന്ന് മാൻ സിറ്റി കൺസീഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കൺസേൺ അല്ലേ? ആ കൺസേണിന് എന്താണ് ഒരു ടാക്ടിക്കൽ സൊല്യൂഷൻ കണ്ടെത്തുന്നത് പെപ്പ് ഗാർഡിയോള എന്നുള്ളതാണ്. അത് എന്താണ് അദ്ദേഹം ഇനി റിയാക്ട് ചെയ്യാൻ പോകുന്നത് കാണാൻ ആകാംക്ഷയുണ്ട്. ഏത് രീതിയിലായിരിക്കുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റോൺസിനെയൊക്കെ ആ ഒരു DM ആക്കിയിട്ട് മാറ്റാനുള്ള ശ്രമം അദ്ദേഹം നടത്തുമോ അറിയില്ല, എന്ത് സംഭവിക്കുക എന്നുള്ളത്. മാത്രമല്ല ഈ ഡ്യൂലുകൾ വിൻ ചെയ്യുന്നതിൽ ഒരു പ്രശ്നം മാൻ സിറ്റിയുടെ പ്ലെയേഴ്സിനുണ്ടെന്നുള്ളതാണ്. ഓൺ ദ ബോൾ ഈ മത്സരത്തിലും അവർ നല്ല രീതിയിൽ തന്നെയാണ് പലപ്പോഴും കളിച്ചുള്ളത്. അവർ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിലും. മോശമില്ലാത്ത രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 2 ആണ് അവരുടെ XG ഉള്ളത് ഈ മത്സരത്തിൽ. എന്നിട്ട് ഗോൾ അടിച്ചില്ല. അതൊരു ക്ലിനിക്കൽ നേച്ചർ ഇല്ലായ്മ നമുക്ക് കാണാൻ പറ്റി. ഹാലണ്ട് തന്നെ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ മാഡിസൺ ആദ്യത്തെ ഗോൾ അടിക്കുന്നതിന് മുമ്പ് ഹാലണ്ടിന് 2 ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഗോളായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ കളിയുടെ രീതി തന്നെ മാറിപ്പോയേനെ. പക്ഷേ എന്താണ്, അത് ഗോളാക്കാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ സ്പേഴ്സ് ഭയങ്കര ക്ലിനിക്കലായിട്ട് കളിക്കുന്നു. മാത്രമല്ല അവരൊരു പ്ലാനോട് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് എക്സിക്യൂട്ടും ചെയ്യാൻ സാധിച്ചു. തുടക്കത്തിൽ എന്താണ് സിറ്റിയുടെ ഇൻറ്റൻസിറ്റിക്ക് മുമ്പിൽ ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു സ്പേഴ്സ്. പക്ഷേ ആദ്യത്തെ ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ അവർക്ക് മത്സരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടായിരുന്നു. അവർ പിന്നീട് ഡോമിനേറ്റ് നമ്മൾ കണ്ടത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞൊരു സംഭവം ആഞ്ചേരി ടീം വളരെ ബ്രേവ് ആയിരുന്നു ഓൺ ദ ബോൾ എന്നുള്ളതാണ്. അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ആഞ്ചേരി ടീം എപ്പോഴും ബ്രേവ് ആയിരിക്കും ഓൺ ദ ബോൾ. കാരണം അവർ ബോൾ കൊണ്ട് കളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സൈഡാണ്. ഈവൻ ഓഫ് ദ ബോളും അവരുടെ പ്രസ്സിങ് ഭയങ്കര ഹൈ ആയിരുന്നു. അവർ പിന്നെ ഈവൻ ഡിഫൻസിനെയും ഭയങ്കര ഹൈ ലൈനായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ബ്രേവായിട്ടാണ് സ്പേഴ്സ് കളിച്ചിട്ടുള്ളത്. ആ ബ്രേവറിക്ക് അവർക്കെന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടും നേടിയെടുക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. സിറ്റിയും ഹൈലൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഹൈലൈനെ ബ്രീച്ച് ചെയ്യാൻ പിന്നെ സ്പേഴ്സിന് സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ചില പ്ലെയേഴ്സിൻ്റെ പ്രശ്നങ്ങളും മാൻ സിറ്റിയിലുണ്ട്. അത് നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുള്ള സംഭവം തന്നെയാണ്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് മാൻ സിറ്റിയുടെ ഈ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്പേഴ്സിൻ്റെ ചില താരങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ച് പോകാതെ നിവൃത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെ ഡയാൻ കുലുസേവ്സ്കി എന്ന് പറയുന്ന സ്വീഡിഷ് താരം ഒരു അണ്ടർ റേറ്റഡ് ബോളറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അധികം ആളുകൾ ചെങ്ങായുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം വെച്ചാൽ സ്പേഴ്സ് അത്തരത്തിൽ മികച്ച രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇടക്കും തലക്കും വെച്ചൊരു ബിഗ് വിക്ടറീസും കാര്യങ്ങളൊക്കെ അവർ കരസ്ഥമാക്കിയാണ്. 5 തുടക്കത്തിൽ ഇവിടെ വന്നതിന് ശേഷം അടുപ്പിച്ച് കുറേ വിജയങ്ങളൊക്കെ കരസ്ഥമാക്കിയ ആ സാഹചര്യത്തിൽ ആളുകൾ സംസാരിക്കുന്നതാണ്. പക്ഷേ ഡയാൻ കുലുസേവ്സ്കി ഇൻക്രെഡിബിൾ ആയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 5 പോസ്റ്റ് ഗോളിൻ്റെ സൈഡിൽ ആൾ കൂടുതലും സെൻട്രൽ ഏരിയയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ഈ സീസണിൽ പല മത്സരങ്ങളും. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹത്തെ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് നീക്കാനുള്ളൊരു തീരുമാനം ആഞ്ചി എടുക്കുന്നു. അതിൻ്റെ റിവാർഡ് ടീമിൽ കിട്ടുന്നതിനെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. കാരണം ആദ്യത്തെ ഗോളിൽ ഗ്വാർഡിയോളിനെ ഡയാൻ കുലുസേവ്സ്കിയെ ഡങ്ങേറാക്കുന്ന നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹാർട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയും ആ ഒരു ഈഗർനെസ്സും കമ്മിറ്റ്മെൻറ്റിലും ഒക്കെ തന്നെയാണ് ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ഡെലിവറിയും ഫാന്റാസ്റ്റിക് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്താണ്, എങ്ങനെയാണ് ആ ഗോൾ വന്നത്? അതായത് ഒരു ലോങ് ബോൾ, ഡിഫൻസിൽ നിന്നൊരു ലോങ് ബോൾ ഈ സിറ്റിയുടെ ഹൈലൈൻ്റെ മുകളിലൂടെ കൊടുക്കുന്നു, റൈറ്റ് ചാനലിലേക്ക് കൊടുക്കുന്നു. ആ സാഹചര്യത്തിൽ ഗ്വാർഡിയോളാണ് ആ ബോളിലേക്ക് ആദ്യം എത്തുക എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. കാരണം അവിടെ ഒരു 3-4 യാർഡ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അവിടേക്ക് ഓടി എത്തുന്നത് കുലുസേവ്സ്കിയാണ്. കുലുസേവ്സ്കി അവിടെ എത്തിയെന്ന് മാത്രമല്ല ഗാർഡിയോളിന് പിന്നെ ചെങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഗാർഡിയോളാണ് മത്സരത്തിൽ ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുലുസേവ്സ്കി അവിടെ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് അപ്പോഴേക്കും മാഡിസൺ ആ ഒരു ബോക്സിലേക്ക് ഒരു റണ്ണ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റണ്ണിന് ആരും ട്രാക്ക് ചെയ്യുന്നില്ല. ഇത് മാൻ സിറ്റിയുടെ മിഡ്ഫീൽഡിൽ ഒരു പ്രധാന പ്രശ്നമാണ് ഈ റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യാത്തൊരു പ്രശ്നം. അങ്ങനെ മാഡിസൺ ബോക്സിലേക്ക് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കുലുസേവ്സ്കിയുടെ ഫാന്റാസ്റ്റിക് ക്രോസ് ആണ് നമ്മൾ കാണുന്നത്. അവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് മാഡിസൺ ഫിനിഷ് ചെയ്യുന്നു. അതാണ് ആദ്യത്തെ ഗോൾ, 13ാമത്തെ മിനിറ്റിലെ ആദ്യത്തെ ഗോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുലുസേവ്സ്കി ഇങ്ങനെ ഫാന്റാസ്റ്റിക് ആയിട്ട് കളിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ചില സ്റ്റാറ്റ്സുകൾ കൂടി ഞാൻ പറയാം.
ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ സോഫാർ ഈ സീസണിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യൻ ഈ സ്വീഡിഷ് താരമാണ്. 33 ചാൻസുകൾ. ആന്ദ്രേസ് പെരേര ഫുള്ളമിൻ്റെത് ചെങ്ങായി 32 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത്. ബുക്കായോ സാക്ക 32, കോൾ പാമർ 32. ഈ രീതിയിലാണ് ആ ലിസ്റ്റ് കിടക്കുന്നുള്ള കാര്യം ഓർക്കണം. അതുപോലെ തന്നെ കുലസേവ്സ്കിയും സോണും 6 ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് എറ്റിഹാദിൽ നടത്തിയിട്ടുണ്ട്. അതായത് പെപ്പ് മാൻസിറ്റിയുടെ മാനേജറിന് ശേഷം എറ്റിഹാദിൽ ഇവരെക്കാൾ കൂടുതൽ ഗോൾ ഇൻവോൾവ്മെൻറ്റ് മറ്റൊരു താരങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അത്തരത്തിലുള്ള ഇമ്പാക്റ്റാണ് കുലസേവ്സ്കി ഈ പിന്നെ സ്പേഴ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് കുലസേവ്സ്കിയുടെ ഈവൻ അദ്ദേഹം നട്ട്മഗ് ചെയ്തിട്ട് പോകുന്ന സിനാരിയോ ഒക്കെ ഇന്നലെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ടൈറ്റ് ഏരിയയിൽ അദ്ദേഹം ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് കാണാൻ രസമാണ്. ഈവൻ വിങ് പ്ലേയും അദ്ദേഹത്തിൻ്റെ രസമാണ്. ക്രോസുകൾ ബ്രില്യൻ്റ് ആണ്. അദ്ദേഹം പിന്നെ ബോക്സിലേക്ക് ചില സാഹചര്യങ്ങളിൽ മൂവ്മെൻറ്റ് നടത്തുന്നത് രസമാണ്. അദ്ദേഹത്തിൻ്റെ കമ്പോഷർ ഓൺ ദ ബോൾ ഫാൻറ്റാസ്റ്റിക് ആണ്. എന്നാലും കുലസേവ്സ്കിയുടെ കളി കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതാണ് ചുരുക്കത്തിൽ പറയാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ അതുകൊണ്ട് കുലസേവ്സ്കി ഒരു അണ്ടർ റേറ്റഡ് ബോളറാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ മാഡിസനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ കുറേ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരേക്ക് ഉയർന്നു വന്നിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോഴാണ് ഈ ഒരു ബിഗ് പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചുള്ളത്. അതും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയിൽ മാഡിസൻ്റെ മാഡ്നസ് നമുക്ക് കാണാൻ സാധിച്ചു. ഇരട്ട ഗോളുകൾ, ആദ്യത്തെ 2 ഗോളുകളും ചെങ്ങായാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സീസണിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഇതുവരെ ഒരു 90 മിനിറ്റ് മത്സരം കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗലാറ്റസറയ്ക്കെതിരെയുള്ള ആ ഒരു യൂറോപ്പ ലീഗ് മത്സരത്തിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ക്രിറ്റിസിസം അദ്ദേഹം നേരിടുന്നുണ്ടായിരുന്നു. പിന്നെ വെസ്റ്റാമിനെതിരെയുള്ള ഒരു 4-1 എന്നുള്ള സ്കോറിന് സ്പേഴ്സ് വിജയിച്ച മത്സരത്തിൽ ആളെ ഹാഫ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, കഴിഞ്ഞ 2 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ആൾ ബെഞ്ചിലായിരുന്നു. കാരണം സെൻട്രൽ ഏരിയയിൽ കുലസേവ്സ്കി കളിക്കുന്നു, ബ്രണ്ണൻ ജോൺസൺ വൈഡ് ഏരിയയിൽ കളിക്കുന്ന സിറ്റുവേഷനൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ മത്സരത്തിൽ വളരെ ക്ലെവറായിട്ട് ചെങ്ങായനെ ആ ഒരു 10 റോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആഞ്ചെ പോസ്റ്റോഗ്ലു. അദ്ദേഹത്തിന് പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ആഞ്ചയുടെ കൂടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ ആ ഒരു 10 റോൾ കളിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ സോണ്, റൈറ്റ് സൈഡിൽ കുലസേവ്സ്കി, സ്ട്രൈക്കറായിട്ട് സോലൻകി. ഈ 4 ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് 4 മികച്ച രീതിയിൽ കളിക്കുന്നു. ഇതിൽ തന്നെ മാഡിസൻ്റെ ഡിഫെൻസീവ് വർക്ക് റേറ്റും മികച്ചതായിരുന്നു. അത് മിഡ്ഫീൽഡിലേക്കൊക്കെ വന്നിട്ട് പല സാഹചര്യങ്ങളും ഇൻ്റർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പാപ്പ മാറ്റസാറും അതുപോലെ ബിസൂമയാണ് മിഡ്ഫീൽഡ് കളിച്ചിരുന്നത്. അതിൽ തന്നെ പാപ്പ മാറ്റസാർ ഫാന്റാസ്റ്റിക്കാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ കാര്യമായിട്ട് തന്നെ സ്പേഴ്സിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ സ്പേഴ്സ് സൈഡിൽ അവരുടെ മെയിൻ 2 സെൻറ്റർ ബാക്കുകൾ ആബ്സെൻ്റ് ആയിരുന്നതാണ്. നമ്മൾ സിറ്റിയുടെ ഇഞ്ചുറീസ് പറയുമ്പോൾ സ്പേഴ്സിനും ഇഞ്ചുറി കൺസേൺ ഉണ്ട്. അതായത് വാൻഡവനും ഇല്ല, കുട്ടി റൊമേറോ ഇല്ല. പകരം ഡ്രാഗുസിൻ അത്ര മികച്ച രീതിയിലല്ല സോഫർ അദ്ദേഹം സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാഗുസിനും ബെൻ ഡേവിസ് ഫസ്റ്റ് സ്റ്റാർട്ട് അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഇവർ 2 പേരുമാണ് പാർട്ട്നേഴ്സായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ ഒരു ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കിയതാണ്. പെഡ്രോ പോറോയും ഉഡോഗിയും കളിക്കുന്നു. ഉഡോഗിയും ബ്രില്യൻ്റ് ആയിരുന്നു അറ്റാക്കിംഗ് ഏരിയകളിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. പെഡ്രോ പോറോ ഗോൾ അടിച്ചിട്ടുണ്ട്. പെഡ്രോ പോറോയും അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് എബിലിറ്റിയെ കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിഫെൻസീവ്ലിയാണ് ഇവരുടെയൊക്കെ വൾണറബിലിറ്റി ഉള്ളത്. പക്ഷേ അത്തരത്തിൽ ചാൻസുകൾ മാൻസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ മാൻസിറ്റിയുടെ ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാലോ കൈൽ വാക്കർ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് ഗ്വാഡിയോളും. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അക്കാൻജിയും സ്റ്റോൺസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ റീക്കോ ലൂയിസ്, ബെർണാഡോ സിൽവ, ഗുണ്ടോ, ഇതാണ് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. പിന്നെ സവീനിയോ, അതുപോലെ തന്നെ ഏർലിംഗ് ഹാലണ്ട്, ഫോഡനുമായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഫോഡനൊക്കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചതിൻ്റെ ഫോമിൻ്റെ 7 അയലത്ത് പോലും അദ്ദേഹം ഈ സീസണിൽ കാഴ്ചവെക്കുന്നില്ല എന്നുള്ളത് മാൻസിറ്റി സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഹാലണ്ട് ഗോൾ അടിക്കാത്ത സിറ്റുവേഷനിൽ ഗോളുകൾ വരുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നമാണ്. ഹാലണ്ട് ചില ദിവസങ്ങളിൽ അദ്ദേഹം ചാൻസുകൾ കളഞ്ഞു കുളിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു മത്സരമായിരുന്നു ഈ മത്സരം. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയിൽ വേറെ ആര് ഗോൾ അടിക്കുന്നുള്ളതാണ്. ഹൂലിയൻ അൽവാരസ് ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഫോഡൻ്റെ അടുത്തുനിന്ന് ഗോളുകൾ വരുന്നില്ല. കെവിൻ ഡെ ബ്രൂയ്നെ ബെഞ്ചിലായിരുന്നു. അദ്ദേഹം സെക്കൻഡ് ഹാഫിലാണ് പിന്നീട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സവീനിയെ സംബന്ധിച്ചോളം ലാക്ക് ഓഫ് കോൺഫിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യങ് ഫുട്ബോളറാണ്, അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെന്താണ് ഈ മിഡ്ഫീൽഡിലുള്ള പ്രശ്നം, ഡിഫെൻസിലുള്ള പ്രശ്നം കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഓഫ് ദ ബോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസിഷനിൽ ഈ ടീമുകളെ കൗണ്ടർ അറ്റാക്കിൽ എത്ര ഈസിലിയാണ് ആ മിഡ്ഫീൽഡിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെപ് ഗോർഡിയോള ടീമിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ടാക്റ്റിക്കൽ ഫൗളുകൾ നടത്തുന്ന മിഡ്ഫീൽഡർമാർ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഫെർണാൻഡിഞ്ഞോ, റോഡ്രി മാത്രത്തിൽ ടാക്റ്റിക്കൽ ഫൗളുകളും കാര്യങ്ങളും നടത്തും. പിന്നെ റോഡ്രി അതിൽ നിന്നും ഉയർന്നു. അദ്ദേഹം പിന്നെ ടാക്റ്റിക്കൽ ഫൗളുകൾ നടത്തേണ്ട ഒരു സിറ്റുവേഷൻ പോലും ഇല്ലാതെ അദ്ദേഹം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടാക്റ്റിക്കൽ ഫൗളുകൾ നടത്താറുണ്ട്. ഇവിടെ ഈ മിഡ്ഫീൽഡിൽ അത്തരത്തിൽ ടാക്റ്റിക്കൽ ഫൗളുകൾ പോലും അവർ നടത്തുന്നില്ല. അപ്പോൾ കൊവാച്ചിനും ഇഞ്ചുറി പറ്റി. കൊവാച്ചിനും അത്ര മികച്ച രീതിയിലല്ല കളിക്കുന്നത്, പക്ഷേ സ്റ്റിൽ ഒരു ഡിഫെൻസീവ് സ്വഭാവമുള്ള ഒരു പ്ലെയർ അല്ലേ. കൊവാച്ചിന് ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു, അതും ഒരു അടിയായി.
പിന്നെ മാറ്റിയാസ് ന്യൂനസിനൊന്നും കളിപ്പിച്ചില്ല. മാറ്റിയാസ് ന്യൂനസ് കളിക്കുകയാണെങ്കിൽ തന്നെ ആ ലെഫ്റ്റിലൊക്കെയാണ് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് കളിക്കുന്നതെന്ന് ഈ ഒരു സിറ്റി സൈഡിൽ ആളിനെ ആ ഒരു മിഡ്ഫീൽഡ് ട്രസ്റ്റ് ചെയ്യുന്നില്ല പെപ് ഗാർഡിയോള. അപ്പോൾ എന്താണ് കളിക്കുന്നത്? ഇൽക്കായ് ഗുണ്ടോനും ബെർണാർഡോ സിൽവയും രണ്ടുപേരുടെയും ലെഗ്സിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു. കാരണം ആ ഒരു സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റീക്കോ ലൂയിസിനൊക്കെ ഈസിലി പിന്നെ എന്താണ് ഡ്യൂലുകളിൽ പിന്നെ ബീറ്റ് ചെയ്യപ്പെടുകയാണ് ടീമുകൾ ഫിസിക്കാലിറ്റിയിൽ നിന്നാണ്. അപ്പോൾ ആ ഫിസിക്കാലിറ്റിയുടെ പ്രശ്നം മിഡ്ഫീൽഡ് നമ്മൾ കാണുന്നു. പിന്നെന്താണ് ഈ പിന്നെ പേസി ആയിട്ടുള്ള പ്ലെയേഴ്സ് പോകുമ്പോൾ അതിന് കൃത്യമായിട്ടും എന്താണ് റിക്കവറി റൺസ് നടത്താൻ സിറ്റിക്ക് സാധിക്കില്ല. കാരണം സിറ്റി ഹയർ അപ്പ് ദ പിച്ചാണ്. അവരെ ഹയർ അപ്പ് ദ പിച്ചിലേക്ക് സ്പേഴ്സ് നന്നായി ഡ്രാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർ ബാക്കിൽ നിന്നാണ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു പലപ്പോഴും. ഫസ്റ്റ് ഹാഫിൽ 48% സ്പേഴ്സിന് പൊസിഷൻ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. സെക്കൻഡ് ഹാഫിൽ അവരുടെ പൊസിഷൻ കുറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ആ ലീഡ് പിന്നെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ചിന്തയായി മാറി. അപ്പോൾ ഈ 48% പൊസിഷൻ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ ഫസ്റ്റ് ഹാഫിൽ സ്പേഴ്സിന് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ബ്രേവ് ഓൺ ദ ബോൾ ആയിരുന്നു. മാത്രമല്ല സിറ്റിയെ ഡ്രാഗ് ചെയ്യുന്ന കൂടിയിട്ട് സ്പേസ് ബാക്കി ഏരിയകൾ വരികയാണ്. അങ്ങനെ ഏരിയകളിൽ സ്പേസ് വരുമ്പോൾ എന്താണ് പിന്നെ റിക്കവറി റൺസ് ഈ പ്ലേയേഴ്സ് നടത്താൻ പറ്റുന്നില്ല സിറ്റിയുടെ പ്ലേയേഴ്സിന്. സവീനിയൊക്കെ കുറേ ട്രാക്ക് ബാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മിഡ്ഫീൽഡിൽ നിന്ന് കാര്യമായിട്ടുള്ള അത്തരത്തിലുള്ള ട്രാക്ക് ബാക്കിങ്ങോ കാര്യങ്ങളോ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെന്താണ് കൈൽ വാക്കർ ഒരു പ്രധാന പ്രശ്നമാണെന്നുള്ളത് ഞാൻ മുമ്പും സംസാരിച്ചതാണ്. കൈൽ വാക്കറിൻ്റെ പേസിൽ ഇപ്പോഴും വലിയ മാറ്റം സംഭവിച്ചില്ല. പക്ഷേ ടീമോ വർണറുമായിട്ടുള്ള ആ ഒരു പിന്നെ എന്താ പറയുക ഓട്ട മത്സരം ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം ആള് പരാജയപ്പെട്ടു. അത് എക്സ്പെക്റ്റഡ് ആണ്. ടീമോ വർണർ കുറച്ചുകൂടെ പേസ് ചെയ്യാനുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ ഇൻ ജനറൽ വാക്കറിൻ്റെ ഡിഫെൻഡിങ് ഓഫുള്ളാണെന്നുള്ള സംശയം വേണ്ട. പെപ് ഗാർഡിയോള ഇത്തരത്തിൽ ലോയൽറ്റി അങ്ങനെ വല്ലാണ്ട് മറ്റേതെങ്കിലും പ്ലെയേഴ്സിനോട് കാണിച്ചതായിട്ട് ചരിത്രം ഇല്ലാതുള്ളതാണ്. അതും പ്ലെയേഴ്സിൻ്റെയൊക്കെ ഈ ഒരു എബിലിറ്റിയിലൊരു ക്വാളിറ്റിയിലൊരു ഒരു ഡ്രോപ്പ് വരുമ്പോൾ പെപ് ഗാർഡിയോള എടുത്ത് ചാടാറാണുള്ളത് പതിവ്. അതായത് എടുത്ത് കളയാറാണ് പതിവുള്ളത്. ഇവിടെ പെർസിസ്റ്റ് ചെയ്യാണ് വാക്കറിൽ പെപ് ഗാർഡിയോള. അവിടെ സോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫീൽഡ് ഡേ ആയിരുന്നു വാക്കറിൻ്റെ ഒരു ഏരിയയിൽ. മാത്രമല്ല എന്താണ് അങ്ങോട്ടേക്ക് പലപ്പോഴും കൂടുതൽ പ്ലെയേഴ്സിനെ ആ ഒരു ഏരിയയിലേക്ക് സ്പേഴ്സ് നീക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്താണെങ്കിൽ കുലസേവ്സ്കിക്ക് പിന്നെന്താണ് ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളും കിട്ടും. കാരണം കുറേ പ്ലേയേഴ്സിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് സ്പേസ് കുലസേവ്സ്കിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പെഡ്രോ പോറോയും കുലസേവ്സ്കിയൊക്കെ പലപ്പോഴും സ്പേസിൽ നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു ഏരിയയിലേക്ക് കൈൽ വാക്കറിൻ്റെ ഏരിയയിലേക്ക് പിന്നെ സ്പേഴ്സിൻ്റെ കുറേ പ്ലേയേഴ്സ് നീങ്ങി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവിടെ ആ ഏരിയയിലൂടെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോണിനൊക്കെ വളരെ ഈസി ആയിട്ട് പല മൂവ്മെൻറ്റുകൾ നടത്താനൊക്കെ പറ്റുന്നുണ്ടായിരുന്നതാണ്. മാഡിസനെ സപ്പോർട്ടിന് പോകുന്നുണ്ടായിരുന്നു. ഉഡോഗി വരുന്നുണ്ടായിരുന്നു. കൈൽ വാക്കർ ഇടങ്ങറാവുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഗ്വാഡിയോള് ഒരു കിടിലം പ്ലെയറാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മത്സരത്തിൽ ചങ്ങാനെ കുലസേവ്സ്കി ഇടങ്ങേറാക്കി 1v1 സിറ്റുവേഷനിൽ പലപ്പോഴും ഇടങ്ങറാക്കുന്ന നമ്മളുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഫുൾ ബാക്ക് ഏരിയയിലൊരു പ്രശ്നം. ഈവൻ സെൻറ്റർ ബാക്കുകൾ അത്ര മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നില്ല. മിഡ്ഫീൽഡിൽ നിന്ന് റണ്ണർമാർ വരുന്നില്ല. ഓഫ് ദ ബോൾ സ്ട്രക്ചർ വളരെ പരിതാപകരമാണ് നിലവിൽ സിറ്റിയുടേത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട സംഭവം. അതിനെ കംപ്ലീറ്റ്ലി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആഞ്ചലോ ടീമിന് സാധിച്ചു. അവർ വളരെ ക്ലിനിക്കലായിരുന്നു. 9 അറ്റംപ്റ്റുകളെ സ്പേഴ്സ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളൂ. 20-ന് മുകളിൽ അറ്റംപ്റ്റ് മാൻ സിറ്റി നടത്തിയിട്ടുണ്ട് മത്സരത്തിലുള്ള കാര്യം പറയണം. ഈ 9 അറ്റംപ്റ്റുകൾ സ്പേഴ്സ് നടത്തിയതിൽ 7 ടാർഗറ്റിലേക്ക് അടിച്ചു, 4 ഗോളുകൾ അവർക്ക് അടിക്കാൻ സാധിച്ചു. വളരെ ക്ലിനിക്കലാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റിക്കെതിരെ എന്നുള്ളത് മുമ്പും നമ്മൾ സംസാരിച്ച സംഭവമാണ്. അത് തന്നെയാണ് അഞ്ചും മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് മത്സരം തുടങ്ങി 18ാമത്തെ സെക്കൻഡിൽ ബിസൂമയ്ക്ക് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിസൂമയുടെ ഡിസിപ്ലിൻ ഒരു പ്രശ്നമാണ്. ആളുടെ തന്നെ മിസ്റ്റേക്ക് സംഭവിക്കുന്നു. ഓൺ ദ ബോൾ അങ്ങനെ ഫോർഡനെ വീഴ്ത്തുന്നു, യെല്ലോ കാർഡ് വാങ്ങുന്നു 18 സെക്കൻഡിൽ. അത് തന്നെ ഒരു മോശം സൈനായിരുന്നു സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അങ്ങനെ പിന്നെ സിറ്റി ഫ്രണ്ട് ഫുട്ടിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹാളണ്ടിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, കിടിലൻ ഓപ്പർച്യൂണിറ്റി. അതിൽ ഫോർഡൻ്റെ മിഡ്ഫീൽഡിലെ ടേൺ ബ്രില്യൻ്റ് ആണ്. എന്നിട്ട് ലെഫ്റ്റിലൂടെയാണ് ഇതിലുള്ള ഗാർഡിയോളം പിക്ക് ചെയ്യുന്നു. ഗാർഡിയോൾ ഹാളണ്ടിനെ പിക്ക് ചെയ്യാണ്, റൈറ്റിലൂടെയാണ് ഇതിലുള്ള. ആ ഒരു സാഹചര്യത്തിൽ എവിടെ ലെഫ്റ്റ് ബാക്കൊക്കെ എവിടെ മുമ്പോട്ട് കയറി നിൽക്കുകയാണ് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇഷ്ടംപോലെ സ്പേസാണ് ഹാളണ്ടിനുള്ളത്. ഹാളണ്ട് തൻ്റെ റൈറ്റ് ഫുട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ ബോക്സിൽ സ്പേസ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ഫുട്ടിലേക്ക് എടുത്തിട്ട് കംഫർട്ടബിൾ ഫുട്ടിലേക്ക് എടുത്തിട്ട് അടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഡിഫ്ലക്ട് ചെയ്ത് അത് കോർണറിലേക്ക് പോയി. അതൊരു ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു സിറ്റിയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഹാളണ്ടിന് ലഭിക്കും നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ സവീനിയോയുടെ ടേൺ ബ്രില്യൻ്റായിരുന്നു. ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണ് ചങ്ങ കളിക്കുന്നത്, ലെഫ്റ്റ് വിങ്ങിലാണ് കളിക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ പുള്ളിക്കാരൻ ഡ്രാഗൂസിനെ ഈസിലി ട്വിസ്റ്റ് ചെയ്തിട്ട് ടേൺ ചെയ്തിട്ട് ആ ബൈലിൻ്റെയൊക്കെ അടുത്തെത്തിയതിനു ശേഷം കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഹാളണ്ടിൻ്റെ അറ്റംപ്റ്റ് വികാരിയോ സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. വികാരിയോ സംബന്ധിച്ചോളം ഒരു ഇമ്പോർട്ടൻറ്റ് സേവാണ്, സ്പേഴ്സിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻറ്റ് സേവാണ്. അതിനുശേഷമാണ് അപ്പുറത്തെ ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 13ാമത്തെ മിനിറ്റിൽ ആ ഗോൾ അടിക്കുന്നത്. 2ാമത്തെ ഗോൾ എങ്ങനെയാണ് സ്പേഴ്സ് അടിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ സ്പേഴ്സിൻ്റെ ബ്രേവറി, അഗെയിൻ പ്രസ്സിങ്, ഫ്രണ്ടിൽ നിന്ന് മനോഹരമായിട്ട് പ്രസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് പിന്നെ ഗാർഡിയോളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് ഓപ്ഷൻസ് ഇല്ല പാസ് ചെയ്യാൻ. അപ്പോൾ ആളവിടെ മിസ്റ്റേക്ക് വരുത്തുന്നു.
എന്നാലും അവിടെ ഒരു പാസ് ഉണ്ടായിരുന്നു, കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് പാസ് ചെയ്തിരുന്നെങ്കിൽ ആ പ്ലെയറിലേക്ക് എത്തിയേനെ. പക്ഷെ അത് മാഡിസണിലേക്കാണ് ചെന്ന് വീണിട്ടുണ്ടായിരുന്നത്. മാഡിസൺ അത് സോണിന് കൊടുക്കുന്നു. സോണിന് കൊടുത്ത ശേഷം മാഡിസൺ ഈ റൈറ്റ് ഹാഫ് സ്പേസിലാണ് ആ ബോൾ റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിപ്പോയി. ആ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ റണ്ണിനെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല. സോൺ മനോഹരമായിട്ട് ആ ബോക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ മാഡിസനെ പിക്ക് ചെയ്യുന്നു. മാഡിസൻ്റെ ഫസ്റ്റ് ടച്ച് ബ്രില്യൻ്റ് ആണ്. അദ്ദേഹം എന്നിട്ട് അത് കമ്പോസറോട് കൂടിയിട്ട് എഡേഴ്സൺ കയറി വരുന്നു, അദ്ദേഹത്തിൻ്റെ മുകളിലൂടെ ഡിങ്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു. വാട്ട് എ ഫിനിഷ് മാൻ, വാട്ട് എ ഫിനിഷ്. 2-0 ലീഡ് 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ 2-0 ലീഡ് എറ്റിഹാദിൽ സ്പേഴ്സിന്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഓൺ ദ ബോൾ സിറ്റിക്ക് വലിയ പ്രശ്നങ്ങൾ ഈ മത്സരത്തിൽ പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം മാൻ സിറ്റി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ സോണിൻ്റെ ഒരു കേളർ അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എഡേഴ്സൺ നന്നായി സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹാലണ്ടിൻ്റെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇതേപോലെ തന്നെ ലെഫ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഷോട്ട് പിന്നെ ബാറിന് മുകളിലൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹാലണ്ട് അത്തരത്തിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ 10 അറ്റംപ്റ്റുകൾ സിറ്റി നടത്തിയത് 2 മാത്രമേ ടാർഗറ്റിലേക്ക് അടിക്കുന്നുള്ളൂ. 5 അറ്റംപ്റ്റുകളെ സ്പേഴ്സ് നടത്തിയുള്ളൂ. അതിൽ 4 ഒരു ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. സെക്കൻഡ് ഹാഫിൽ സ്പേഴ്സ് ആകെ 4 അറ്റംപ്റ്റിലേ നടത്തിയിട്ടുള്ളൂ. പക്ഷേ അതിൽ 2 ഗോളുകൾ അവരടിക്കുന്നു. സിറ്റി ആണെങ്കിൽ കുറേ അറ്റംപ്റ്റ് നടത്തി, 13 അറ്റംപ്റ്റുകൾ സെക്കൻഡ് ഹാഫിൽ നടത്തി. പക്ഷേ അവർക്ക് ആ ഒരു ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ പൊസഷൻ സിറ്റിക്കായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ ആ 3ാമത്തെ പ്രഹരം സിറ്റിക്ക് ഏൽപ്പിച്ചത് സ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബെൻ ഡേവിസിൻ്റെ ഇൻ്റർസെപ്ഷൻ ആ ഒരു ബോക്സിൻ്റെ എഡ്ജിൽ, സ്പേഴ്സിൻ്റെ ബോക്സിൻ്റെ എഡ്ജിൽ ബ്രില്യൻ്റ് ആയിരുന്നു. അതിൽ ഡേവിസും ഡ്രാഗുസിനും ആ ഒരു ഫസ്റ്റ് ഗോള് സ്പേഴ്സ് അടിച്ചതിന് ശേഷം ബ്രില്യൻ്റ് ആയിട്ടാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഫ്രണ്ട് ഫുട്ടിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യണം ആഞ്ചിൻ്റെ ടീമിൽ. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ ഫ്രണ്ടിൽ കയറി ഇൻ്റർസെപ്റ്റ് ചെയ്യണം. ആ രീതിയിലാണ് ഈ ഒരു അവസരത്തിൽ ബെൻ ഡേവിസ് പ്ലെയറിൻ്റെ ഫ്രണ്ടിൽ കയറി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. പിന്നെ അവിടെയുള്ള കുലസേവ്സ്കിയുടെ ആ ഒരു സ്പേഴ്സിൻ്റെ ഏരിയയിൽ നിന്നുള്ള നട്ട്മെഗ് ആൾ പിന്നെ പ്ലേയേഴ്സിൻ്റെ ഇടയിലൂടെ പോകുന്ന രീതി കാണേണ്ട സാധനം തന്നെയാണ്. എന്നിട്ടത് ആ ഒരു സെൻറ്ററിൽ നിൽക്കുന്ന സോൺ കൊടുക്കുന്നു. സോൺ തിരിച്ച് കുലസേവ്സ്കി തന്നെ റിലീസ് ചെയ്യുന്നു. കുലസേവ്സ്കി എന്താണ് അതുമായിട്ട് പോകുന്നു. അദ്ദേഹം ലെഫ്റ്റ് സൈഡിലൂടെയാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്യുന്ന സോളങ്കിയെ പിക്ക് ചെയ്യാനുള്ള ശ്രമം, പക്ഷേ ഓവർ ഹിറ്റ് ചെയ്തു ആ പാസ്. പക്ഷേ സോളങ്കി അവിടെ നിന്നാണ് ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ആ ബോളുമായിട്ട് ചെന്നെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെന്താണ് ആൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്തു. റണ്ണറിനായിട്ടുള്ള വെയിറ്റ് നടത്തുന്നു. പെഡ്രോ പോറോ ഓടി വരുന്നുണ്ട്. പെഡ്രോ പോറോയെ പിക്ക് ചെയ്യുന്നു. പെഡ്രോ പോറോ ബോക്സിൽ ഒരു ഷോട്ട് അടിക്കുന്നു. ഗോളാവുന്നു. ഫാന്റാസ്റ്റിക് ഗോൾ. ആരാണ് പെഡ്രോ പോറോയുടെ റണ്ണ് ട്രാക്ക് ചെയ്യുന്നത്? ഒരു കുഞ്ഞില്ല ആണ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം. സോളങ്കി അഗെയിൻ ഈ മത്സരത്തിൽ ഒരു അസിസ്റ്റേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ആൾ ഗോൾ അടിച്ചിട്ടില്ല, പക്ഷേ ഹാഡ് എ ബ്രില്യൻ പെർഫോമൻസ്. അധികം ആളുകൾ ചിലപ്പോൾ സംസാരിക്കില്ല. അപ്പോൾ അദ്ദേഹം പലപ്പോഴും മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അത് ബാക്കിയുള്ള പ്ലേയേഴ്സിന് സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഡിഫൻഡറേയും കൂടിയാണ് അദ്ദേഹം ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. സോളങ്കി പല സിറ്റുവേഷനിലും അദ്ദേഹത്തിൻ്റെ ഹോൾഡ് പ്ലേ ബ്രില്യൻ്റായിരുന്നു. അദ്ദേഹം ഗോൾ അടിക്കാവുന്ന അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗോൾ അടിച്ചില്ലെങ്കിലും ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആണ് സോളങ്കി കാഴ്ചവെച്ചുള്ളത്. ഒരു ഗ്രേറ്റ് സൈനിങ് ആണ് സോളങ്കി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനിയും എന്താണ് ഗോളുകൾ അദ്ദേഹം കണ്ടെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഹിറ്റാകും സോളങ്കി എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേഴ്സണൽ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ 3ാമത്തെ ഗോളോട് കൂടിയിട്ട് ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുണ്ടായിരുന്നത്. ഹാലണ്ടിന് വേറെ ഓപ്പർച്യൂണിറ്റി. ബിസൂമയുടെ സ്പേഴ്സിൻ്റെ ബോക്സിലെ ടച്ച് വളരെ മോശമായിരുന്നു. ഒരു ബാക്ക് പാസ് അദ്ദേഹത്തിൽ വന്നുള്ള കാര്യത്തിൽ ഹാലണ്ട് കിട്ടുന്നു. പിന്നെ ബോക്സിൽ ബോൾ ഒരു പിന്നെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ അവിടെ നിന്ന് അദ്ദേഹം ലെഫ്റ്റ് ഫുട്ടിലേക്ക് എടുക്കുന്നു. അഗൈൻ റൈറ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം അടിക്കുന്നില്ല. അത് കുറേ കൂടി റൈറ്റ് ഫുട്ട് കൂടി ഹാലണ്ട് യൂസ് ചെയ്യുന്നൊക്കെ തന്നെയാണ്. കുറേ കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആളെ ലെഫ്റ്റിലേക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ പിന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട് സ്പേഴ്സിന്. ഈ സാഹചര്യത്തിൽ അത് കിട്ടിയിട്ടില്ല. ആളുടെ ഷോട്ട് ബാറിൽ തട്ടി പോകുന്ന സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി സ്പേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു 4ാമത്തെ ഗോൾ അടിക്കാനുള്ളത്. അപ്പോൾ അതിൽ കുലസേവ്സ്കിയാണ് ഷോട്ട് അടിക്കുന്നത്. പക്ഷേ അവിടെ സോളങ്കിയുടെ ചോയ്സ് ഓഫ് പാസ് കൗണ്ടർ അറ്റാക്കാണ്. അഗെയിൻ റിക്കോ ലൂയിസാണ് സ്പേഴ്സിൻ്റെ എഡ്ജിൽ ബോക്സിൽ ബോൾ നഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഡ്രാഗുസിനാണ് ബോൾ വിൻ ചെയ്തതാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അത് പിന്നെ സോളങ്കി മനോഹരമായിട്ട് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ അദ്ദേഹത്തെ ഫൗൾ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. നോ രക്ഷ. അദ്ദേഹം ഫിസിക്കലി സ്ട്രോങ്ങറാണ്. അദ്ദേഹം തിരിഞ്ഞു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഇടവും വലവും സ്പേഴ്സിൻ്റെ താരങ്ങളുണ്ട്. അതിൽ അദ്ദേഹം ബ്രണ്ടൻ ജോൺസൺ അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ 60 മിനിറ്റ്സ് ആയപ്പോൾ സോണിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ജോൺസനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജോൺസൺ സ്പേഴ്സിൻ്റെ ടോപ്പ് സ്കോറാണ് പ്രീമിയർ ലീഗിൽ. പക്ഷേ അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ മാറ്റി നിർത്തി. അദ്ദേഹത്തിന് ലെഫ്റ്റിൽ പാസ് കൊടുക്കുന്നതിന് പകരം സോളങ്കി റൈറ്റിലൂടെ ആണ് ഇതിൽ കുലസേവ്സ്കി കൊടുക്കുന്നത്. പക്ഷേ സ്റ്റിൽ കുലസേവ്സ്കി ഫാന്റാസ്റ്റിക് ആയിട്ട് അവിടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അക്കാഞ്ചി അതിന് പുറകിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഒന്ന് കട്ട് ഇൻസൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഷോട്ട് അടിക്കുന്നു ആ ഒരു ബോക്സിന് റൈറ്റ് സൈഡിൽ നിന്ന്. പക്ഷേ അത് എഡിസൺ സേവ് ചെയ്യാണ്. അതാണ് പിന്നെ ഹാലണ്ടിൻ്റെ അഗെയിൻ ലെഫ്റ്റിൽ നിന്നുള്ള ഒരു അറ്റംപ്റ്റ് ഈ ഒരു അവസരത്തിൽ അത് പിന്നെ സേവ് ചെയ്യുന്നു. വിക്കാരിയോ സേവ് ചെയ്യുന്നു. ടൈറ്റ് ആംഗിളാണ്. അതിൻ്റെ റീബൗണ്ട് അപ്പോഴേക്കും കെവിൻ ഡെ ബ്രൂയ്നെ വന്നിട്ടുണ്ടായിരുന്നു 74ാമത്തെ മിനിറ്റിൽ.
ഡെബ്രോനയുടെ ആ ഒരു ഫോളോ ത്രൂ അതിൽ പെപ്പ് മാറ്റസാറിനെ ഫോളോ ചെയ്യുന്നു. അവിടെ പിന്നെ ഒരു ചെറിയ ഉന്തും തള്ളും ഡെബ്രോനയും ബാക്കി സ്പോർട്സ് പ്ലേയേഴ്സും തമ്മിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. പിന്നെന്താണ്, ഇഞ്ചുറി ടൈമിലാണ് 4ാമത്തെ ഗോൾ അടിക്കുന്നത്. ടീമോ വെർണറിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെയും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ്രെ പോസ്റ്റെകോഗ്ലു. അപ്പോൾ അതിൽ ഈ ടീമോ വെർണറിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പിടിക്കാൻ കിട്ടുന്നില്ല കൈൽ വാക്കറിന്. പക്ഷെ അപ്പോഴേക്കും ഗ്രീലിഷിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സിറ്റി. ഗ്രീലിഷിൻ്റെ പിന്നെ പാസ് മിഡ് ഏരിയയിൽ നിന്ന് ഹാഫ് ലൈൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുത്താണ്. അക്കാഞ്ചി അത് ഡക്ക് ചെയ്തു, നേരെ ചെന്ന് പോകുന്നത് ടീമോറിൻ്റെ അടുത്തേക്കാണ്. കൈൽ വാക്കർ ഉണ്ട് പുള്ളിയുടെ അടുത്ത്. കൈൽ വാക്കർ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു, പക്ഷേ വെർണറിൻ്റെ പേസ് ചെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. വെർണർ ബൈലിൻ്റെ അടുത്തേക്ക് എത്തുന്നു, നല്ല ബോൾ ഇത്തവണ കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നം ഈ ഫൈനൽ ചോയ്സ് ഓഫ് പാസോ അല്ലെങ്കിൽ ഫൈനൽ ഷോട്ടോ ആണ്. ഇത്തവണ നല്ല പാസ് കൊടുക്കുന്നു. ബ്രെൻഡൻ ജോൺസൺ ഉണ്ടായിരുന്നു, ടാപ്പിൻ ഗോൾ 4-0 ഹ്യൂമിലിയേഷൻ പെപ്പ് ഗോർഡിയോള നേരിടുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. പെപ്പ് ഗോർഡിയോള മത്സരത്തെ പറഞ്ഞത് എന്താണ്, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് പ്ലെയർ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട്, മാനേജറായിട്ടുള്ള രീതിയിൽ ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ എന്താണ്, പിന്നെ വീണ് കിടക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ലൈഫിലുണ്ടാകുമ്പോഴും സ്റ്റാൻഡപ്പ് ചെയ്യുക, എന്നിട്ടും അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ വിച്ച് ഇസ് ഫൈൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം ഈ സിറ്റുവേഷൻ നേരിടാൻ തന്നെയാണ് നിൽക്കുന്നത്. എന്ത് ടാക്ടിക്കൽ സൊല്യൂഷൻ ചങ്ങായി കണ്ടെത്തുന്നത് കാണാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. പെപ്പ് എന്തായാലും 2027 വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആൾ ഈ സിറ്റുവേഷൻ നേരിടാൻ തന്നെയാണ് തയ്യാറെടുത്ത് നിൽക്കുന്നത്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. എത്രത്തോളം ഈ പ്ലേയേഴ്സിനൊക്കെ മോട്ടിവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാം നേടിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അവർക്ക് എന്താണ് പുതിയ മോട്ടിവേഷൻ, ആ മോട്ടിവേഷൻ കൊടുക്കാൻ പെപ്പിന് സാധിക്കും. പുതിയ ടാക്ടിക്കൽ സൊല്യൂഷൻസ് എന്തായിരിക്കും പെപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകും. എന്തായാലും സ്പേഴ്സ് സംബന്ധിച്ചോളം ഫാന്റാസ്റ്റിക് വിക്ടറി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാഡിസൺ സംബന്ധിച്ചിടത്തോളം ഫാന്റാസ്റ്റിക് ഗെയിം ആയിരുന്നു. പക്ഷേ കുലസെവ്സ്കി തന്നെയാണ് സ്റ്റാൻഡ് ഔട്ട് ഫുട്ബോളർ. പെപ്പ് മാറ്റസാറും മിഡ്ഫീൽഡിൽ ഫാന്റാസ്റ്റിക് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് പഠിച്ചു ശ്രദ്ധത്തിൽ നമുക്ക് വീണ്ടും കാണാം. പ്രീമിയർ ലീഗിലെ ചെൽസി, ആഴ്സണൽ മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ബാഴ്സലോണയിലെ ലാ ലീഗിലെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കണം. കുറേ കാര്യങ്ങൾ സംസാരിക്കണം. സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. ഗുഡ് ബൈ.